ഹേ ഗൈസ് വെൽക്കം ഓൾ. നിങ്ങളിപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇനി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റും. യെസ്, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഈ ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. എന്റെ പേര് അഭിമന്യു എന്നാണ്. ഞാനൊരു BA LLB സ്റ്റുഡന്റ് ആണ്. അതുപോലെ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ പ്ലസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മെന്റർ ആണ്, വർക്കിംഗ് ഓൺ ആൻ ഹൈലി റെപ്യൂട്ടഡ് പ്ലാറ്റ്ഫോം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സീരിയസ്ലി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. കാരണം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നുള്ളൂ. സോ നിങ്ങൾക്കറിയേണ്ടത് ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. എന്നെ പോലുള്ള സ്റ്റുഡൻസിന്റെയും അതുപോലെ തന്നെ പല യങ്സ്റ്റേഴ്സിന്റെയും ലൈഫ് തന്നെ ചേഞ്ച് ആക്കിയ ഒരു യുണീക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച്. ആൻഡ് ദാറ്റ് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ആണ്. സ്റ്റഡീസ് തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. 2025 കൂടി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ മാത്രമായി ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ടേൺ ഓവർ എന്ന് പറയുന്നത് $835 മില്യൺ ആണ്. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 6300 കോടി രൂപ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് മോഡൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു തരാം. നമ്മളൊരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രൊഡക്റ്റ് അവരിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് കസ്റ്റമറിലേക്ക് സെൽ ചെയ്യുമ്പോൾ കമ്പനി നമുക്കൊരു കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും ആമസോൺ അഫിലിയേറ്റ്സ്, ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ. ഇവർ ചെയ്യുന്ന സെയിം പ്രോഗ്രാം, അതായത് അവരുടെ അഫിലിയേറ്റ് ലിങ്ക് ഓരോ പ്രൊഡക്റ്റിനും, ആമസോണിലെയും ഫ്ലിപ്കാർട്ടിന്റെയും ഓരോ പ്രൊഡക്റ്റിനും അവർക്കൊരു സ്പെസിഫിക്കലി ഒരു അഫിലിയേറ്റ് ലിങ്ക് കാണും. ഈ ഒരു അഫിലിയേറ്റ് ലിങ്ക് അവർ മാർക്കറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് ആ ഒരു ഫ്രണ്ട് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഈ ഒരു അഫിലിയേറ്റിന് ഒരു പെർസെന്റേജ് ഓഫ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മോഡൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാടധികം വൈറൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓരോ പ്രൊഡക്റ്റ് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് പറയും ലിങ്ക് ഇൻ ബയോ അല്ലെങ്കിൽ ലിങ്ക് ഇൻ കമന്റ് ബോക്സ് എന്ന് പറയും. നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ ആവശ്യക്കാർ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് അവിടെ ഒരു ഇൻകം പോകുന്നുണ്ട്. ദാറ്റ് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് രണ്ട് തരം പ്രൊഡക്റ്റിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഫിസിക്കൽ പ്രൊഡക്റ്റ്, രണ്ടാമതായിട്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റ്. ഫിസിക്കൽ പ്രൊഡക്റ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ ഒരു ആപ്പിൾ ഐപാഡ്, ഈ ഒരു ആപ്പിൾ ഐപാഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ്. കാരണം എനിക്കിത് ടച്ച് ചെയ്യാം, എനിക്കിത് ഫീൽ ചെയ്യാം, എനിക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ, ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും, ബട്ട് ഒരിക്കലും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഫിസിക്കൽ പ്രൊഡക്റ്റിന് മേലെ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം കമ്മീഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് 5 to 10% ആയിരിക്കും. കാരണം ഫിസിക്കൽ പ്രൊഡക്ട്സിന് മാനുഫാക്ചറിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഡിജിറ്റൽ പ്രൊഡക്ട്സിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് കോസ്റ്റ് 1 ടൈം മാത്രം വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി 70 to 90% ആണ്. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട് ആയിരിക്കും, അങ്ങനെ ഏതൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് മില്യണർ ട്രാക്ക്. മില്യണർ ട്രാക്ക് എന്ന് പറയുന്നത് 100% ലീഗൽ ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതായത് ഒരു എഡ്യൂക്കേഷണൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ വാല്യൂ ഡിജിറ്റൽ കോഴ്സസ് ആണ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെ നമുക്ക് മില്യണർ ട്രാക്ക് യൂസ് ചെയ്ത് ഏൺ ചെയ്യാം. സോ അതിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. ശ്രദ്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക. മില്യണർ ട്രാക്ക് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തു. ടെക് പ്ലാറ്റ്ഫോം മീൻസ് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ വാല്യൂ ഡിജിറ്റൽ കോഴ്സസ് ലൈക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ക്യാൻവ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് മില്യണർ ട്രാക്ക് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ മില്യണർ ട്രാക്ക് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മോഡലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ പുതിയ ഡിജിറ്റൽ സ്കിൽസ് പഠിച്ച് സർട്ടിഫൈഡ് ആവാനും പറ്റും. അതിനോടൊപ്പം തന്നെ സെയിൽസിലൂടെ അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ക്ലിയർലി പറഞ്ഞുതരാം. അതിനു മുമ്പ് മില്യണർ ട്രാക്ക് നമ്മളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 6 യുണീക് കോഴ്സ് ബണ്ടിലാണ് മില്യണർ ട്രാക്ക് നമ്മളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലെ ടോപ്പ് 5 ആയിട്ടുള്ള കോഴ്സസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന കോഴ്സാണ് സോഫ്റ്റ് സ്കിൽസ് മാസ്റ്ററി. സോഫ്റ്റ് സ്കിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് പ്രീമിയം പ്രോ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻസ്റ്റഗ്രാം റീൽസ് മാസ്റ്ററി. ഈ ഒരു കോഴ്സിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 1299 ആണ്. രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് 15 hours ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കംപ്ലീറ്റ് കണ്ടന്റ് പഠിക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററിക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 2359 2359 rupees ആയിരിക്കും.
മൂന്നാമതായിട്ട് വരുന്ന എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കോഴ്സ് ആണ് ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി. ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, മൈക്രോസോഫ്റ്റ് ആഡ്സ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ്, യൂട്യൂബ് മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗൈഡ് ആയിരിക്കും. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി പ്ലസ് സോഫ്റ്റ് സ്കിൽസ് മാസ്റ്ററി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും. ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററിക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 4130 rupees ആയിരിക്കും, അതായത് 4130. നാലാമതായിട്ട് വരുന്ന കോഴ്സാണ് ഫൈനാൻസ് മാർക്കറ്റിംഗ്. ഫൈനാൻസ് മാർക്കറ്റിംഗ് വരുന്ന കോഴ്സിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങും ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റുമാണ്. അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി, ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി, സോഫ്റ്റ് സ്കിൽസ് മാസ്റ്ററി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും. ഫൈനാൻസ് മാർക്കറ്റിംഗ് കോഴ്സിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 8200 rupees ആയിരിക്കും. അഞ്ചാമത്തതും അവസാനത്തതുമായിട്ടുള്ള കോഴ്സാണ് ഡേറ്റ സയൻസ്. ഡേറ്റ സയൻസ് എന്ന് പറയുന്ന കോഴ്സിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിറ്റിക്സ്, പൈത്തോൺ, പവർ BI, മെഷീൻ ലേണിംഗ് അങ്ങനെയുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡേറ്റ സയൻസ് എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു ഡേറ്റ സയൻസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫൈനാൻസ് മാസ്റ്ററി, അതുപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി, സോഫ്റ്റ് സ്കിൽസ് മാസ്റ്ററി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഡേറ്റ സയൻസ് എന്ന് പറയുന്ന കോഴ്സിനകത്ത് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 11,800 rupees ആയിരിക്കും. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്റെ ഒരുപാട് സ്കിൽസ് ഞാൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രസന്റേഷൻ സ്കിൽസ്, എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എന്റെ പ്രൊമോഷൻ സ്കിൽസ്, എന്റെ മാർക്കറ്റിംഗ് സ്കിൽസ്, അതുപോലുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ ഈ ഒരു കോഴ്സസ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഹൈ വാല്യൂ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും. ബട്ട് കണ്ടന്റ്സ് മാത്രം വരുന്നത് ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ് ആയിരിക്കും. സോ ഇനി ദ മോസ്റ്റ് അവൈറ്റഡ് പാർട്ട്, ഹൗ ടു ഏൺ ഫ്രം മില്യണർ ട്രാക്ക്. മില്യണർ ട്രാക്കിൽ നിന്ന് ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് തരം മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമതായിട്ട് ഫ്രീലാൻസിങ്. നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ കോഴ്സസ് പഠിച്ച് ഈ ഒരു സ്കിൽ അക്യൂർ ചെയ്ത് അതൊരു ഫ്രീലാൻസിങ് കരിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. മില്യണർ ട്രാക്കിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ആയി നിങ്ങൾക്ക് മില്യണർ ട്രാക്കിന്റെ ഇതേ സെയിം കോഴ്സസ് സെൽ ചെയ്തുകൊണ്ട് അപ് ടു 90% ഓഫ് കമ്മീഷൻ ഏൺ ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ മോസ്റ്റ് യുണീക് പാർട്ടീസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പ്രോസസ്സ് മനസ്സിലാക്കി മാർക്കറ്റിംഗ് ഫീൽഡിനെ കുറിച്ച് ഓരോന്നും അറിഞ്ഞ് ഒരു പേഴ്സണൽ മെന്റർഷിപ്പിന്റെ സപ്പോർട്ടോട് കൂടി ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് കമ്മീഷൻ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് 6 കോഴ്സസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോഴ്സ് ആണ് പേഴ്സണൽ ബ്രാൻഡിംഗ്. 599 rupees വരുന്ന പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ സെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 450 rupees ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി വർത്ത്. ആൻഡ് ദ സെക്കൻഡ് കോഴ്സ് ഈസ് സോഫ്റ്റ് സ്കിൽസ് മാസ്റ്ററി. 1299 വരുന്ന സോഫ്റ്റ് സ്കിൽസ് മാസ്റ്ററി നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് സെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 1000 rupees ആയിരിക്കും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി 2359 rupeesന്റെ കോഴ്സ് നിങ്ങൾ സെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 1850 rupees ആയിരിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി. ദ ബെസ്റ്റ് കോഴ്സ് ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി 4130 rupeesന്റെ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ആക്റ്റീവ് കമ്മീഷൻ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് 3300 rupees ആയിരിക്കും. ആൻഡ് ദ ഫിഫ്ത് വൺ ഈസ് ഫൈനാൻസ് മാർക്കറ്റിംഗ്. ഫൈനാൻസ് മാർക്കറ്റിംഗ് കോഴ്സ് 8200ന്റെ കോഴ്സ് നിങ്ങൾ സെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 6500 rupees ആയിരിക്കും. ആൻഡ് ദ സിക്സ്ത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡേറ്റ സയൻസ്. ഡേറ്റ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് 11,800 rupeesന്റെ കോഴ്സ് നിങ്ങൾ സെൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡയറക്റ്റ് കമ്മീഷൻ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് 9500 rupees ആയിരിക്കും. സോ ഇതൊക്കെയാണ് കമ്മീഷൻ സ്ട്രക്ചർ. നിങ്ങൾക്ക് ഇത് പഠിച്ച് തന്നെ ചെയ്യാൻ പറ്റും. സെയിൽസിനെ കുറിച്ച് പഠിക്കാം, കോഴ്സിനെ കുറിച്ച് പഠിക്കാം, കോഴ്സിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇനി നമുക്ക് നോക്കാം എങ്ങനെ നിങ്ങൾക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത് പേഴ്സണൽ മെന്റർഷിപ്പിന്റെ സപ്പോർട്ടോട് കൂടി ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്കൂളിലെ സ്റ്റുഡന്റ് ആവാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആ ഒരു സ്കൂളിലെ അഡ്മിഷൻ ആണ്. ലൈക്ക് വൈസ് മില്യണർ ട്രാക്കിന്റെ അഫിലിയേറ്റ് ആവാൻ വേണ്ടി നമുക്ക് മില്യണർ ട്രാക്കിൽ ഒരു അഡ്മിഷൻ ആവശ്യമുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കൊടുത്തിട്ടുള്ള 6 കോഴ്സിൽ നിന്ന് ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്ത് ആ ഒരു കോഴ്സിലേക്ക് എൻറോൾ ആവുക. ഇപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും സോ ഐ നീഡ് ടു ഇൻവെസ്റ്റ് ഹിയർ, എനിക്ക് ലൈഫിലൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല എന്ന്. സോ ഐ എം റിയലി സോറി ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിസിനസ് ഫ്രീ ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 95% പേര് മിഡിൽ ക്ലാസ് ആയിട്ടും 5% പേര് റിച്ച് ആയിട്ടും തുടരത്തില്ലായിരുന്നു. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. സോ ഡോണ്ട് എക്സ്പെക്ട് എ ബിസിനസ് ഫോർ ഫ്രീ. ആൻഡ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. സോ ജസ്റ്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വരുന്നുള്ളൂ. ആ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് വൈസ്ലി ചൂസ് ചെയ്ത് തന്നെ ചെയ്യുക.
കാരണം ഒരു തവണ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനും അതിന് മേളിൽ വർക്ക് ചെയ്യാനും കാണിച്ച ഗട്ട്സിൽ മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ ഒരു വീഡിയോ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ്ലി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് സീരിയസ്ലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, ഗ്രോ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്തത് ആ ഒരാളെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ പ്രിഫർഡ് പാക്കേജ് ചൂസ് ചെയ്യുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, ഡയറക്ട്ലി ടീമിലേക്ക് എൻറോൾ ആവുക, ടീമായിട്ട് വർക്ക് ചെയ്ത് റിസൾട്ട് ജനറേറ്റ് ചെയ്ത് സക്സീഡ് ആവുക. ആൻഡ് ഇറ്റ്സ് മീ അഭിമന്യു സൈനിങ് ഓഫ്.